അയോധ്യയിൽ 24 വാർത്താ സംഘമുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ എസ് വിജയകുമാർ ചേരുന്നുണ്ട്. വിജയകുമാർ, വാർത്താമഴയിലേക്ക് സ്വാഗതം. അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരികയാണല്ലോ. വിജയകുമാർ, എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ? ഉന്മേഷം, അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ എന്ന ചടങ്ങ് നടക്കാൻ ഇനിയും ഏതാനും ദിവസങ്ങൾ മാത്രം, 1-2 ദിവസം കഷ്ടിച്ചെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിനോടകം തന്നെ അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ ഇവിടെ എത്തി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയും അതിലേതെങ്കിലും തരത്തിൽ കൂടുതൽ സർക്കാർ ഇടപെടലുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതുകൂടാതെ ഉന്നത ഉദ്യോഗസ്ഥരെ മുഴുവൻ സമയവും ഇതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി തന്നെ നിയോഗിച്ചിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഇതിൽ ക്ഷണിക്കപ്പെട്ട ആളുകൾ ഇന്നു മുതൽ നഗരത്തിലേക്ക് വന്നിട്ടുണ്ട്. അതോടെ നഗരത്തിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. നഗര കവാടങ്ങളൊക്കെ പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ അയോധ്യ നഗരമാകെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് രാജ്മഹൽ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകമാണ്. രാജ്മഹൽ ഇവിടുത്തെ രാജഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കവാടമാണ്, ഒരു കെട്ടിടമാണ്. അത് അലങ്കരിച്ച് രാത്രിയിൽ അത് ഭംഗിയാക്കിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതൊക്കെ കാണാൻ വേണ്ടി ആളുകളൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇതൊക്കെ ആ മട്ടിൽ ഇതിന്റെ ആഘോഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ഒരു വഴിക്ക് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിലുയർന്ന രാഷ്ട്രീയം വലിയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. അയോധ്യയിൽ മാത്രമല്ല, രാജ്യമെമ്പാടും അത് ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാനുള്ള ക്ഷണം കോൺഗ്രസ് നിരസിക്കുകയും കോൺഗ്രസ് അതിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അത് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള BJP ശ്രമത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തതിന് പിന്നാലെ ഉത്തർപ്രദേശ് കോൺഗ്രസിൽ വലിയ കലാപം ഉണ്ടാവുകയും ചെയ്തു. UP കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നറിയിച്ചു. അവരെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡിന്റെ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഫലം കാണുമോ എന്ന് അറിയില്ല. അവർ പാർട്ടി വിട്ട് എങ്ങോട്ടെങ്കിലും ചേക്കേറുമോ, BJPയിലേക്കോ മറ്റോ പോകുമോ എന്ന ആശങ്ക കോൺഗ്രസിനുമുണ്ട്. അതാണ് ഒരു രാഷ്ട്രീയ സാഹചര്യം. മറ്റൊന്ന്, അവധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ്. ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം അവധി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ നടപടി, അന്ന് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഇടതു പാർട്ടികളും കോൺഗ്രസും ഒക്കെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനോട് ആ നിലയ്ക്ക് പ്രതികരിക്കേണ്ടതില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ സമീപനമെന്ന് തോന്നുന്നു. ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനവും വന്നിട്ടുണ്ട്. അത് ആ നിലയിൽ അതിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും എല്ലാവർക്കും അത് കാണാൻ അവസരം ഒരുക്കണം എന്നതുമൊക്കെയാണ് അക്കാര്യത്തിലെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്ന് BJP നേതാക്കളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, അങ്ങനെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ പരിപാടിയിലേക്ക് എത്തും. അവരൊക്കെ നാളെയും മറ്റന്നാളുമായി അയോധ്യയിലേക്ക് എത്തും. അതുപോലെ ഈ അയോധ്യ കേസിലെ ചരിത്ര പ്രാധാന്യമുള്ള സുപ്രീം കോടതി ഉത്തരവ് വിധി പറഞ്ഞ ആ ബെഞ്ചിലെ ജഡ്ജിമാരെ, ന്യായാധിപന്മാരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന വിവരവും ഇന്ന് പുറത്തു വന്നു. അവരിൽ ആരൊക്കെ പങ്കെടുക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അത്തരം സാഹചര്യങ്ങളൊക്കെ അതിന്റെ രാഷ്ട്രീയ വശങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. ഉന്മേഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിന് കഴിഞ്ഞാലുടൻ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടങ്ങുകയാണ്. ഫെബ്രുവരി ആദ്യം ബജറ്റ് സമ്മേളനം തുടങ്ങും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തോടെ ബജറ്റ് ഉണ്ടാകും. ബജറ്റ് കഴിഞ്ഞാൽ ഉടൻ വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി പാർലമെന്റ് പിരിയും. അതിനുശേഷം ഏതാണ്ട് ഒരു ഫെബ്രുവരി പകുതിയോടുകൂടി രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഉണ്ടാകും, അല്ലെ ഫെബ്രുവരി അവസാനത്തോടെ ഉണ്ടാകുമെന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി BJP നടത്തുന്ന നീക്കങ്ങളാണ് ഇത് എന്നതാണ് കോൺഗ്രസിന്റെയും മറ്റ് പാർട്ടികളുടെയും ഒക്കെ വിമർശനം. അതുകൊണ്ടാണ് ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് അതിലെ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത് എന്ന വിമർശനം ചില ഹൈന്ദവ ആചാര്യന്മാർ ഉന്നയിച്ചതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് അതിൽ പക്ഷം ചേരുകയും ചേർന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു. പക്ഷേ ഇക്കാര്യത്തിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം വിവാദങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല എന്നതാണ് BJP അതിന്റെ നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് കോൺഗ്രസ് അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച സമയത്ത് മാത്രം രാഷ്ട്രീയമായ വിമർശനം കോൺഗ്രസിനെതിരെ ഉയർത്തി എന്നതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റു വിവാദങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല എന്നതാണ് കേന്ദ്രമന്ത്രിമാരോടുമൊക്കെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമൊക്കെ പറഞ്ഞിരിക്കുന്നത്.
വിവാദങ്ങൾ അവിടെ നടക്കട്ടെ. പക്ഷേ ഈ പരിപാടിക്ക് കിട്ടേണ്ട ദേശീയ ശ്രദ്ധ, അതിലേക്ക് വലിയ തോതിലുള്ള അതിനുശേഷം ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ആളുകൾ ഇവിടേക്ക് എത്തും, അതൊക്കെ ആ മട്ടിൽ ചർച്ചയാവേണ്ടതില്ല. എന്നാൽ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് മറ്റു തരത്തിൽ നോക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് അത് BJP അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് വിവാദങ്ങളോട് അതേ നിലയിൽ പ്രതികരിക്കേണ്ടതില്ല എന്നതാണ് BJP നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഒരു കാര്യം ഉറപ്പാണ് ഉന്മേഷ്, ഇതിനോടകം ഈ അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ഒരു മതപരമായ ചടങ്ങ് എന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയമായി വലിയ ചർച്ചകൾക്ക് കൂടി വഴിവെച്ചിട്ടുണ്ട്. അതിന്റെ വ്യത്യസ്ത തലത്തിൽ ആ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നമ്മൾ ഇന്ന് വന്നപ്പോഴും ആ കാഴ്ചകൾ തന്നെയാണ് കണ്ടത്. അത് പ്രാണപ്രതിഷ്ഠയിലും അവസാനിക്കില്ല, അതിനുശേഷവും അത് തുടരും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പായും പറയാം. ഉന്മേഷ്, ശരി. എസ് വിജയകുമാറാണ് അയോധ്യയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരികയാണ് പ്രതിഷ്ഠാ ദിനത്തോട് അനുബന്ധിച്ച്.